നമ്മളിന്ന് നോക്കാൻ പോവുക റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ്. നമ്മൾ കണ്ടു റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ 1 2 3 4 പ്രോസസ്. 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ, 2 to 3 ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ, 3 to 4 ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആൻഡ് 4 to 1 ഐസോതെർമൽ ഹീറ്റ് അബ്സോർപ്ഷൻ. ടോട്ടൽ 4 പ്രോസസ്സുകളുണ്ട്. 2 ഐസോതെർമലും 2 ഐസെൻട്രോപിക് പ്രോസസ്സുകളും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1 പ്രോബ്ലം വായിക്കാം. എ കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിൾ അബ്സോർബ്സ് ഹീറ്റ് അറ്റ് 270 കെൽവിൻ ആൻഡ് റിജക്ട്സ് ഇറ്റ് അറ്റ് 300 കെൽവിൻ. നമുക്കറിയാം കാർനോട്ട് സൈക്കിളിൽ ഒരു മാക്സിമം ടെമ്പറേച്ചറുണ്ട്, ഒരു ലോ ടെമ്പറേച്ചറുണ്ട്. ഈ 2 ടെമ്പറേച്ചറിലാണ് ഇത് വർക്ക് ചെയ്യുക, TL-ഉം TH-ഉം. ഇവിടുത്തെ ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 270 കെൽവിനും ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 കെൽവിനുമാണ്. കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ദിസ് റെഫ്രിജറേഷൻ സൈക്കിൾ ഇഫ് ദ സൈക്കിൾ ഈസ് അബ്സോർബിംഗ് 1130 കിലോജൂൾ പെർ മിനിറ്റ് അറ്റ് 270 കെൽവിൻ. ഹൗ മെനി കിലോജൂൾ ഓഫ് വർക്ക് ഈസ് റിക്വയർഡ് പെർ സെക്കൻഡ്. ആദ്യത്തെ പാർട്ടിൽ നമുക്ക് COP കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടാമത്തെ പാർട്ടിൽ അവർ പറയുകയാണ് 1130 കിലോജൂൾ പെർ മിനിറ്റ് എന്ന് പറയുന്ന ഹീറ്റ്, അതാണ് QL. അത്ര എമൗണ്ട് ഹീറ്റാണ് അബ്സോർബ് ചെയ്യുക, ഐസോതെർമലി അബ്സോർബ് ചെയ്യുന്നു. ആ ഐസോതെർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 270 കെൽവിനാണ്. അങ്ങനെയെങ്കിൽ അവർ ചോദിക്കുകയാണ് ഹൗ മെനി കിലോജൂൾ ഓഫ് വർക്ക് ഈസ് റിക്വയർഡ് പെർ സെക്കൻഡ്. എത്ര കിലോജൂൾ പെർ സെക്കൻഡ് വർക്ക് ഇത്രയും ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണം. അടുത്ത പാർട്ടാണ് ഇഫ് ദ കാർനോട്ട് ഹീറ്റ് പമ്പ്. ഇനി നമ്മുടെ റെഫ്രിജറേഷൻ മാറി അതൊരു ഹീറ്റ് പമ്പായി വർക്ക് ചെയ്യുന്നു എന്ന് കരുതുക. എ കാർനോട്ട് ഹീറ്റ് പമ്പ് ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ദ സെയിം ടെമ്പറേച്ചേഴ്സ് ആസ് ദ എബോവ് റെഫ്രിജറേഷൻ സൈക്കിൾ, ദെൻ വാട്ട് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. അതായത് ഇതേ ഹൈ ടെമ്പറേച്ചറിലും ഇതേ ലോ ടെമ്പറേച്ചറിലും ഇനിയൊരു ഹീറ്റ് പമ്പാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അതിൻ്റെ COP കാൽക്കുലേറ്റ് ചെയ്യുക. ലാസ്റ്റ് വൺ, ഹൗ മെനി കിലോജൂൾ പെർ മിനിറ്റ് വിൽ ദ ഹീറ്റ് പമ്പ് ഡെലിവർ അറ്റ് 300 കെൽവിൻ ഇഫ് ഇറ്റ് അബ്സോർബ്സ് 1130 കിലോജൂൾ പെർ മിനിറ്റ് അറ്റ് 270 കെൽവിൻ. അങ്ങനെയെങ്കിൽ ഇനി ഒരു ഹീറ്റ് പമ്പാണെങ്കിൽ ആ ഹീറ്റ് പമ്പ് എത്രയാണ് ഹീറ്റ് ഡെലിവർ ചെയ്യുന്നത്. ഇതേ TL-ലും ഇതേ TH-ലും ഒരു ഹീറ്റ് പമ്പും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഹീറ്റ് പമ്പ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റും സെയിം ആണ്, 1130 കിലോജൂൾ പെർ മിനിറ്റ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് എത്രയാണെന്ന് പറയുക, കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കറിയാം അത് QH ആണ്. അതായത് ഫോർത്ത് പാർട്ട് എന്ന് പറയുന്ന അവർ നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് QH ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റ നമുക്ക് നോക്കാം. TL 270 കെൽവിൻ, TH 300 കെൽവിൻ, QL എന്ന് പറയുന്നത് 1130 കിലോജൂൾ പെർ മിനിറ്റ്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റയാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടു ഫൈൻഡ് COP ഓഫ് ദ റെഫ്രിജറേറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം, വർക്ക് ഇൻപുട്ട് ഫോർ റെഫ്രിജറേറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം, COP ഓഫ് ദ ഹീറ്റ് പമ്പ് കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ QH ഫോർ ഹീറ്റ് പമ്പ്. ഹീറ്റ് എത്രമാത്രമാണ് ഡെലിവർ ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക ഒരു ഹീറ്റ് പമ്പിലെ കേസിൽ. ഇനി ഏതൊക്കെ ഇക്വേഷൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ്, ഒരു COP ഓഫ് ദ റെഫ്രിജറേറ്റർ നമുക്ക് QL ഡിവൈഡ് ബൈ QH മൈനസ് QL അറിയാം, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെയും വിളിക്കാം QL ഡിവൈഡ് ബൈ W18, അല്ലെങ്കിൽ അതും TL ഡിവൈഡ് ബൈ TH മൈനസ് TL എന്നും എഴുതാം. ഇതെല്ലാം COP ഓഫ് ദ റെഫ്രിജറേറ്റർ ആണ്. ഇനി COP ഓഫ് ദ ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ QH ഡിവൈഡ് ബൈ QH മൈനസ് QL, കാരണം അവിടുത്തെ ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് QH ആണ്, റെഫ്രിജറേറ്ററിൽ QL ആണ്, ഈക്വൽ ടു TH ഡിവൈഡ് ബൈ TH മൈനസ് TL. TL മാറി TH ആകും. അപ്പോൾ നമുക്ക് COP ഓഫ് ദ റെഫ്രിജറേറ്ററും COP ഓഫ് ദ ഹീറ്റ് പമ്പും നമുക്കറിയാം. ഇനി നമുക്ക് നോക്കാം സൊല്യൂഷൻ. ആദ്യം ഫസ്റ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിൾ. അപ്പോൾ അതിൽ നമുക്കറിയാം COP ഓഫ് ദ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ TL ഡിവൈഡ് ബൈ TH മൈനസ് TL ആണ്.
അപ്പോൾ ടി എല്ലും ടി എച്ചും നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്കതിൻ്റെ വാല്യൂ കിട്ടുന്നു. COP ഓഫ് ദ റെഫ്രിജറേറ്റർ 9 എന്ന വാല്യൂ നമുക്ക് കിട്ടുന്നു. ഇനി വർക്ക് റിക്വയർഡ് പെർ സെക്കൻഡ്, എത്രമാത്രം വർക്ക് നമുക്ക് ഈ ഒരു സിസ്റ്റം റൺ ചെയ്യാൻ വേണം. അപ്പോൾ നമ്മളതിനെ W നെറ്റ് എന്ന് വിളിച്ചു, വർക്ക് റിക്വയർഡ് പെർ സെക്കൻഡ്. ഇനി ഇവിടെ നമുക്ക് ഹീറ്റ് അബ്സോർബ്ഡ് എത്രയാണെന്ന് ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. 1130 കിലോ ജൂൾ പെർ മിനിറ്റ്. അതിനെ ഞാൻ കിലോ ജൂൾ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 18.83 കിലോ ജൂൾ പെർ സെക്കൻഡ് QL കിട്ടി. നമുക്കറിയാം COP ഓഫ് ദ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ QL ഡിവൈഡ് ബൈ W നെറ്റിന്. QL നിങ്ങൾക്ക് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. COP ഓഫ് ദ റെഫ്രിജറേറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് W നെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ആ W നെറ്റ് എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.1 കിലോ ജൂൾ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. ഇവിടെ ഈ QLനെ കിലോ ജൂൾ പെർ മിനിറ്റ്, അത് നമ്മൾ കിലോ ജൂൾ പെർ സെക്കൻഡിലേക്ക് മാറ്റി. അതിന് കാരണം ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് വർക്ക് റിക്വയർഡ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് 2.1 കിലോ ജൂൾ പെർ സെക്കൻഡ് വർക്ക് വേണം ഈ QL എന്ന് പറയുന്ന ഹീറ്റ് റിമൂവ് ചെയ്യാൻ. ഓക്കെ, ഇനി അടുത്തത് കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് കാർനോട്ട് ഹീറ്റ് പമ്പ്. ഒരു ഹീറ്റ് പമ്പിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, TH ഡിവൈഡ് ബൈ TH മൈനസ് TL ആണ്. THും TL നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് COP കാൽക്കുലേറ്റ് ചെയ്യാം. COP ഓഫ് ദ ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു 10. ഇനി അടുത്തത് ഹീറ്റ് ഡെലിവേർഡ് ബൈ ഹീറ്റ് പമ്പ് അറ്റ് 300 കെൽവിൻ. നമുക്കിനി അടുത്തത് കാണേണ്ടത് QH ആണ്. അതായത് എത്രമാത്രമാണ് ഹീറ്റ് ഒരു റെഫ്രിജറേറ്റർ കേസിലാകുമ്പോൾ അത് റിമൂവ് ചെയ്തെന്ന് പറയും. ഒരു ഹീറ്റ് പമ്പിൻ്റെ കേസിലാകുമ്പോൾ QH ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ അവർ ഹീറ്റ് പമ്പാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹീറ്റ് പമ്പ് എത്രമാത്രമാണ് ഹീറ്റ് ഡെലിവർ ചെയ്യുക നമ്മുടെ റൂമിലേക്ക്, അതായത് QH. അപ്പോൾ നമുക്ക് ഓൾറെഡി QL അറിയാം. COP ഓഫ് ദ ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ QH ഡിവൈഡ് ബൈ QH മൈനസ് QL. നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് യൂസ്ഡിൽ എഴുതിയിരുന്നു. ഇതിൽ നമുക്ക് QL ഓൾറെഡി അറിയാം, COP ഓഫ് ദ ഹീറ്റ് പമ്പും നമുക്കറിയാം. പിന്നെ അൺനോൺ ആയിട്ടുള്ളത് QH ആണ്. ഔത്തി നമുക്ക് QHൻ്റെ വാല്യൂ കിട്ടും 1256 കിലോ ജൂൾ പെർ മിനിറ്റ്. ഓക്കെ, അപ്പോൾ അതൊരു ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ 2. ക്വസ്റ്റ്യൻ വായിക്കാം. ദ കപ്പാസിറ്റി ഓഫ് എ റെഫ്രിജറേറ്റർ ഈസ് 200 TR. TR മീൻസ് ടൺ ഓഫ് റെഫ്രിജറേഷൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്ററിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 200 TR ആണ്. വെൻ വർക്കിംഗ് ബിറ്റ്വീൻ -6 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ്, ഡിറ്റർമൈൻ ദ മാസ് ഓഫ് ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് പ്രൊഡ്യൂസ്ഡ് പെർ ഡേ ഫ്രം വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. അതായത് 25 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ഒരു ദിവസം ഈ ഒരു റെഫ്രിജറേറ്റിംഗ് 200 TR ഉള്ള റെഫ്രിജറേഷൻ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് എത്ര ഐസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു, അതാണ് ചോദ്യം. ഓൾസോ ഫൈൻഡ് ദ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ യൂണിറ്റ്. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം ഡ്രൈവ് ചെയ്യാൻ ആവശ്യമായ പവർ എത്രയാണ്, വർക്ക് ഇൻപുട്ട് എത്രയാണ് എന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യാം. Assume that the cycle operates on reversed Carnot cycle and latent heat of ice is 335 kilojoule per kilogram. നമുക്കറിയാം ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉണ്ട്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ടു വേപ്പർ ഓർ വേപ്പർ ടു ലിക്വിഡ്, ആ ഫേസ് ചേഞ്ചിൽ ഉള്ള ഹീറ്റാണ്. അതായത് ലിക്വിഡിനെ വേപ്പർ ആക്കുന്നെങ്കിൽ നമുക്ക് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യണം. വേപ്പറിനെ ലിക്വിഡ് ആക്കണമെങ്കിൽ നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്ന ആ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യണം. ഇൻ ദ സെയിം വേ നമ്മൾ ഒരു ലിക്വിഡ് ടു സോളിഡ് കൺവേർഷൻ, അതായത് ഒരു സോളിഡിനെ ഒരു ലിക്വിഡ് ആക്കി മാറ്റണമെങ്കിൽ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്ന ആ എനർജി, ആ ഹീറ്റ് നമ്മൾ കൊടുക്കണം. ഇതുപോലെ തന്നെ ഒരു ലിക്വിഡിനെ ഒരു സോളിഡ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്ന ഹീറ്റ് റിമൂവ് ചെയ്യണം. ഓക്കെ, ഈ ഫേസ് ചേഞ്ച് നടക്കുന്ന വേപ്പർ ടു ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ടു വേപ്പർ, അതും അല്ലെങ്കിൽ സോളിഡ് ടു
ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ടു സോളിഡ്. ഈ ഫേസ് ചേഞ്ച് നടക്കുന്നതെല്ലാം ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സിലായിരിക്കും, ഐസോതെർമൽ പ്രോസസ്സിലായിരിക്കും. അപ്പോൾ എനിവേ ഒക്കെ ജസ്റ്റ് ഫോർ നോളജ് എന്ന രീതിയിൽ പറഞ്ഞത് മാത്രം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇപ്പോൾ 200 TR ഉള്ള ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് 24 മണിക്കൂറിൽ ഒരു ദിവസം 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യാം. ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് -6 ഡിഗ്രി സെൽഷ്യസിലും 25 ഡിഗ്രി സെൽഷ്യസിലുമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഐസ് ഉണ്ടാക്കാൻ എടുക്കുന്ന വെള്ളം 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്നാണ്, ആ ഒരു ടെമ്പറേച്ചറുള്ള വാട്ടറാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ഡേറ്റ വായിക്കാം. ഇതൊരു റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ TL -6 ഡിഗ്രി സെൽഷ്യസ് ആണ്, 267 കെൽവിൻ വരും. TH എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്, 298 കെൽവിൻ വരും. ഇനി QL, ഇവിടെ 200 TR കപ്പാസിറ്റിയുള്ള ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം, റെഫ്രിജറേഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന് 200 TR എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് QL = 200 TR എന്ന് എഴുതാം. ഒരു TR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 210 kJ/min. അപ്പോൾ 200 × 210 ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഇത്രയും kJ/min എന്ന് കിട്ടും. ഇനി ക്വസ്റ്റിനിൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഐസ് ആണ്. അത് 335 kJ/kg. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാസ് ഓഫ് ഐസ് പ്രൊഡ്യൂസ്ഡ് പെർ ഡേ നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ യൂണിറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ആകെ അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ COP ഓഫ് ദ റെഫ്രിജറേറ്റർ QL / QH - QL, അല്ലെങ്കിൽ QL / W net in, അതല്ല എങ്കിൽ TL / TH - TL. ഇത് ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി ആദ്യം നമുക്കിവിടെ 25 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എത്രമാത്രം ഹീറ്റ് ഔട്ട് ഇന്ന് റിമൂവ് ചെയ്യണം? ആദ്യം 25 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമാക്കണം. അപ്പോൾ ഇത്രയും എമൗണ്ട് ഹീറ്റ് റിമൂവ് ചെയ്യണം. ഈ എമൗണ്ട് ഹീറ്റ് എന്ന് പറയുന്നത് mCp × ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഓക്കെ, mCp × ΔT എന്ന് പറഞ്ഞ് ഇത്രയും ഹീറ്റ് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസുള്ള വെള്ളമായതേ ഉള്ളൂ. ഇനി ഇതാണ് ലേറ്റൻറ്റ് ഹീറ്റ്. ഞാൻ പറഞ്ഞു ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നു. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിനെ അതേ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനെ അതേ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസാക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ റിമൂവ് ചെയ്യേണ്ട ഹീറ്റാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 25 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് 2 ഹീറ്റുകൾ റിമൂവ് ചെയ്യണം. ഈ ഹീറ്റും ലേറ്റൻറ്റ് ഹീറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് പാർട്ട് നോക്കാം. മാസ് ഓഫ് ഐസ് പ്രൊഡ്യൂസ്ഡ് പെർ ഡേ. ഒരു ദിവസം നമുക്ക് എത്ര ഐസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു? അപ്പോൾ അത് ആദ്യം ഈ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി നമ്മൾ പറഞ്ഞു 200 TR ആണ്. അതിനെ നമ്മൾ kJ/min മാറ്റിയിരിക്കുന്നു. ഇനി ഹീറ്റ് റിമൂവ്ഡ് ഫ്രം 1 kg ഓഫ് വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ടു ഫ്രം ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അതായത് 25 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന വെള്ളം അതിനെ നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസുള്ള ഐസ് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞു 2 ഹീറ്റ് റിമൂവ് ചെയ്യണം. mCp × ΔT പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മാസ് × സ്പെസിഫിക് ഹീറ്റ് × ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഹീറ്റ് റിമൂവ് ചെയ്യണം. ദെൻ ലേറ്റൻറ്റ് ഹീറ്റും റിമൂവ് ചെയ്യണം. ഈ 2 ഹീറ്റും റിമൂവ് ചെയ്താൽ നമ്മുടെ 25 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന വാട്ടറിനെ 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മളതിന് ഇക്വേഷനായിട്ട് എഴുതി mCp × dt പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇവിടെ നമുക്ക് മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് മാസ് തൽക്കാലം 1 എന്ന രീതിയിലിട്ടു. അപ്പോൾ പെർ കിലോഗ്രാമിലേക്ക് അത് മാറിക്കോളും യൂണിറ്റ്. CP 4.187 ഇൻറ്റു ടെമ്പറേച്ചർ നമുക്കറിയാം 25ഉം 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിലേക്കാണ് മാറ്റുന്നത്. 25 - 0. അപ്പോൾ ഇത്രയും ഹീറ്റ് റിമൂവ് ചെയ്താൽ 25 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറും. ഇനിയുള്ളത് ലേറ്റൻറ്റ് ഹീറ്റാണ്. ഇത് റിമൂവ് ചെയ്താൽ 0 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന വെള്ളം 0 ഡിഗ്രി സെൽഷ്യസുള്ള ഐസ് ആകും. അപ്പോൾ ഈ ടോട്ടൽ ഹീറ്റ് നമ്മൾ റിമൂവ് ചെയ്താൽ എന്താവും? നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസുള്ള ഐസ് കിട്ടും. അപ്പോൾ 4th
439.7 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് പറയുന്ന ഹീറ്റ് റിമൂവ് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന ഐസ് കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ മേലെ ഈ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 42,000 കിലോ ജൂൾ പെർ മിനിറ്റാണ്. അതായത് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം റിമൂവ് ചെയ്യുന്ന ഹീറ്റ് ഇത്രയാണ്. പക്ഷേ ആക്ച്വലി നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഹീറ്റ് എത്രയാണ്? ഇത്രയും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? അതായത് എത്ര ഐസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ മാസ ഇൻറ്റു ആ ഐസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ റിമൂവ് ചെയ്യേണ്ട ഹീറ്റ് 439.7, അത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ എന്തിന് ഈക്വൽ ആകും? ഈ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റിക്ക് ഈക്വൽ ആകും. കാരണം ആക്ച്വലി ഇതാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഹീറ്റ്. ആ റിമൂവ് ചെയ്യേണ്ട ഹീറ്റും അതുപോലെ തന്നെ ആ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ഐസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടുപിടിക്കാം. മാസ് ഓഫ് ഐസ് പ്രൊഡ്യൂസ്ഡ് പെർ മിനിറ്റ്. അവത്തിൽ നമുക്ക് കിട്ടി 95.52 കിലോഗ്രാം പെർ മിനിറ്റ് ഐസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇത്രയും കിലോഗ്രാം പെർ മിനിറ്റ് ഐസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ആവശ്യം ഒരു ദിവസം എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ മാസ് ഓഫ് ഐസ് പ്രൊഡ്യൂസ്ഡ് പെർ ഡേ എന്ന് പറഞ്ഞാൽ 95.52 ഇൻറ്റു 60. മിനിറ്റിനെ നമ്മൾ അവർ ബേസിലേക്ക് മാറ്റി ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. അപ്പോൾ മിനിറ്റിനെ അവറാക്കി ദെൻ 1 ഡേ ഇൻറ്റു 24 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത്രയും കിലോഗ്രാം ഓഫ് ഐസാണ്. ആ കിലോഗ്രാമിനെ പിന്നെ നമ്മൾ ടണ്ണിലേക്ക് മാറ്റിയതാണ് ഈ കാണുന്നത് കൺവേർഷൻ. അപ്പോൾ നമുക്ക് 137.55 ടൺസ്, ഇത്രയും ടൺ നമുക്ക് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി അടുത്ത് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ യൂണിറ്റ്. നമുക്കറിയാം COP ഓഫ് ദ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ TL ഡിവൈഡ് ബൈ TH മൈനസ് TL. ആ വാല്യൂസ് എല്ലാം അറിയാം. അങ്ങനെ നമുക്ക് COP കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി അതുപോലെ തന്നെ COP ഓഫ് ദ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ QL ഡിവൈഡ് ബൈ W നെറ്റ് ഇന്ന. QL ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, COP നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു? W നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അത് നമുക്ക് കിലോ ജൂൾ പെർ മിനിറ്റിലാണ് കിട്ടുക. കാരണം നമ്മുടെ QL എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ മിനിറ്റിലായതുകൊണ്ട്. ഇനി ആ കിലോ ജൂൾ പെർ മിനിറ്റിൽ കിട്ടിയ ആ വർക്ക് ഇൻപുട്ടിനെ നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിലോ ജൂൾ പെർ സെക്കൻഡ് ആക്കി. കിലോ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കിലോ വാട്ടിലേക്ക് മാറ്റി. അപ്പം നമ്മുടെ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 81.4 കിലോ വാട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് വായിക്കാം. ക്വസ്റ്റ്യൻ: ദ കോൾഡ് സ്റ്റോറേജ് പ്ലാന്റ് ഈസ് റിക്വയർഡ് ടു സ്റ്റോർ 20 ടൺസ് ഓഫ് ഫിഷ്. അതായത് ഒരു കോൾഡ് സ്റ്റോറേജ് പ്ലാന്റ് 20,000 ടൺ ഫിഷ്, 20 ടൺ ഫിഷ്. 20 ടൺ ഫിഷ് എന്ന് പറയുമ്പം 20,000 കിലോ. ഓക്കെ, അപ്പോൾ 20,000 കിലോ ഫിഷ് ആ കോൾഡ് സ്റ്റോറേജിൽ നമുക്ക് സൂക്ഷിക്കണം. ദ ഫിഷ് ഈസ് സപ്ലൈഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 30 ഡിഗ്രി സെൽഷ്യസ്. ഫിഷ് സപ്ലൈ ചെയ്യുന്നത് 30 ഡിഗ്രി സെൽഷ്യസിലാണ്. ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ ഫിഷ് എബോവ് ഫ്രീസിംഗ് പോയിന്റ് ഈസ് 2.93 കിലോ ജൂൾ പെർ കിലോഗ്രാം. അതായത് ഫിഷിൻ്റെ ഒരു ഫ്രീസിംഗ് പോയിൻ്റ് ഉണ്ട്. ആ ഫ്രീസിംഗ് പോയിന്റിൽ മുകളിലുള്ള സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ 2.93 ആണ്. ഇനി ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഫിഷ് ബിലോ ഫ്രീസിംഗ് പോയിന്റ് ബിലോ ഉള്ളത് 1.26 എന്ന് പറയുന്ന സ്പെസിഫിക് ഹീറ്റാണ്. ഇനി ദ ഫിഷ് ഈസ് സ്റ്റോർഡ് ഇൻ ദ കോൾഡ് സ്റ്റോറേജ് വിച്ച് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് -°C. അതായത് ഫിഷ് കോൾഡ് സ്റ്റോറേജിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് -8°C. ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ഫിഷ് ഈസ് -4. ഫിഷിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -4°C ആണ്. അതായത് ഫിഷ് വരുന്നത് 30 ഡിഗ്രി സെൽഷ്യസിൽ, ഫിഷിനെ വെക്കേണ്ടത് -8°C. ഫിഷിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -4°C. ഇനി ദ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫിഷ് ഈസ് 235 കിലോ ജൂൾ പെർ കിലോഗ്രാം. അതായത് ഫിഷിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് 235 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇഫ് ദ പ്ലാന്റ് റിക്വയർസ് 75 കിലോ വാട്ട് ടു ഡ്രൈവ് ഇറ്റ്. അതായത് ഈ പ്ലാന്റിന് 75 കിലോ വാട്ട് വർക്ക് ഇൻപുട്ട് വേണം, അല്ലെങ്കിൽ പവർ ഇൻപുട്ട് വേണം, എങ്കിലേ ഈ
പ്ലാന്റ് വർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ദ കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ്, പ്ലാന്റിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇനി ടൈം ടേക്കൺ ടു അച്ചീവ് കൂളിംഗ്, അതായത് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? QL, അതായത് എത്രമാത്രം ആ പ്ലാന്റിന് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ സാധിക്കും, അതാണ് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി. ആ QLനെ നമ്മൾ TRലേക്ക് മാറ്റിയാൽ ഈ പ്ലാന്റ് എത്ര TRൻ്റെ പ്ലാന്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം ടേക്കൺ ടു അച്ചീവ് കൂളിംഗ്, അതായത് 30 ഡിഗ്രി സെൽഷ്യസിലുള്ള ഫിഷിനെ -8 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എത്ര സമയമെടുക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയുന്നു, അസ്യൂം ആക്ച്വൽ COP ഓഫ് ദ പ്ലാന്റ് ആസ് 0.3 ഓഫ് ദ കാർനോട്ട് COP. ആക്ച്വൽ COPയും കാർനോട്ട് COP നോക്കുകയാണെങ്കിൽ ആക്ച്വൽ COP എന്ന് പറയുന്നത് കാർനോട്ട് COPയുടെ 30% ഉള്ളൂ, 0.3. ഓക്കെ, നമുക്കിനി ഗിവൺ ഡേറ്റയിൽ TL നമുക്ക് തന്നിട്ടുണ്ട് -8, TH എന്ന് പറയുന്നതാണ് 30 ഡിഗ്രി സെൽഷ്യസ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഫിഷിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നതാണ് TFP, അത് -4 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ കെൽവിനിലേക്ക് മാറ്റിയതാണ് ഈ കാണുന്നത്. പിന്നെ ഫിഷ് 20 ടൺസ് ആണ്, 20,000 kg ഓഫ് ഫിഷ് നമുക്ക് കൂൾ ചെയ്യണം. ഫിഷിൻ്റെ ലേറ്റൻ്റ് ഹീറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 235. ഈ ഒരു സിസ്റ്റം റൺ ചെയ്യാൻ എത്ര പവർ വേണം? 75 കിലോവാട്ട്. നമ്മളത് 75 കിലോ ജൂൾ പെർ സെക്കൻഡ് എഴുതി, രണ്ടും സെയിം ആണ് യൂണിറ്റ്. ഇനി ആക്ച്വൽ COP എന്ന് പറയുന്നത് 0.3 ഓഫ് കാർനോട്ട് COP. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം, അതായത് QL, ടൈം ടേക്കൺ ടു അച്ചീവ് കൂളിംഗ്. അപ്പോൾ ഈ ഒരു ഫിഷിനെ -8ലേക്ക് എത്തിക്കാൻ എത്ര സമയമെടുക്കും, ആ സമയം കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. COP ഓഫ് ദ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ QL ഡിവൈഡ് ബൈ QH മൈനസ് QL ഈസിക്കൽ ടു QL ബൈ W net in ഈസിക്കൽ ടു TL ഡിവൈഡ് ബൈ TH മൈനസ് TL. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കാര്യം കൂടി അറിയാം, ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഏതൊക്കെ ഹീറ്റാണ്? ഫ്രീസിങ് പോയിന്റിൽ എബോവ് ഉള്ള ഹീറ്റിനെ റിമൂവ് ചെയ്യണം, ലേറ്റൻ്റ് ഹീറ്റിനെ റിമൂവ് ചെയ്യണം, അതുപോലെ തന്നെ ഫ്രീസിങ് പോയിന്റിൽ ബിലോ ഉള്ള ഹീറ്റിനെ റിമൂവ് ചെയ്യണം. ഇപ്പോൾ 3 ഹീറ്റുകൾ നമുക്കിവിടെ റിമൂവ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഹീറ്റ് റിമൂവ്ഡ് ഈസിക്കൽ ടു ഹീറ്റ് റിമൂവ്ഡ് എബോവ് ഫ്രീസിങ് പോയിന്റ്, ദെൻ ലേറ്റൻ്റ് ഹീറ്റ്, ദെൻ ഹീറ്റ് റിമൂവ്ഡ് ബിലോ ഫ്രീസിങ് പോയിന്റ്. അപ്പോൾ ഈ 3 ഹീറ്റുകളെ നമുക്ക് റിമൂവ് ചെയ്താൽ മാത്രമേ ഫിഷിനെ നമുക്ക് -8 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. ഫസ്റ്റ് കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ്. നമുക്ക് ആദ്യം ഈ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി കാണണം. നമുക്കറിയാം COP ഓഫ് ദ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ TL ഡിവൈഡ് ബൈ TH മൈനസ് TL ആണ്. TLും THും നമുക്ക് തന്നിട്ടുണ്ട്, അതുപയോഗിച്ച് നമുക്ക് COP കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ആക്ച്വൽ COP എന്ന് പറയുന്നത് 0.3 ഇൻറ്റു ഐഡിയൽ COP ആണ്. അതുപയോഗിച്ച് നമുക്ക് ആക്ച്വൽ COP കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി എത്ര എമൗണ്ട് ഹീറ്റാണ്? ഹീറ്റ് റിമൂവ്ഡ് ബൈ ദ പ്ലാന്റ്, അത് നമ്മൾ QL എന്ന് വിളിക്കുന്നു. ഓൾറെഡി QL ആണ് നമുക്കറിയാം. ആ ഹീറ്റ് റിമൂവ്ഡ് QL ഈസിക്കൽ ടു ആക്ച്വൽ COP ഇൻറ്റു വർക്ക് ഇൻപുട്ട്. നമുക്കറിയാം COP എന്ന് പറഞ്ഞാൽ QL ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ടാണ്. അങ്ങനെയെങ്കിൽ QL എന്ന് പറഞ്ഞാൽ COP ഇൻറ്റു വർക്ക് ഇൻപുട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വൽ COP അറിയാം, വർക്ക് ഇൻപുട്ടും അറിയാം. അപ്പോൾ അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് QL കണ്ടുപിടിക്കാൻ പറ്റും. ആ QL നമുക്ക് കിട്ടുന്നത് കിലോ ജൂൾ പെർ സെക്കൻഡിലാണ്. കാരണം വർക്ക് ഇൻപുട്ട് നമുക്ക് 75 കിലോ ജൂൾ പെർ സെക്കൻഡിലായതുകൊണ്ട് നമ്മളതിനെ കിലോ ജൂൾ പെർ മിനിറ്റിലേക്ക് മാറ്റി. ഇനി കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ് കാണണം. നമുക്കറിയാം 9408 കിലോ ജൂൾ പെർ മിനിറ്റ് ഹീറ്റാണ് റിമൂവ് ചെയ്യുന്നത്. അതിനെ നമുക്ക് TRലേക്ക്, ടൺ ഓഫ് റെഫ്രിജറേഷനിലേക്ക് മാറ്റണം. അതുകൊണ്ട് ഡിവൈഡ് ബൈ 210 ചെയ്തു. കാരണം ഒരു TR എന്ന് പറയുന്നത് 210 കിലോ ജൂൾ പെർ മിനിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ 9408 കിലോ ജൂൾ പെർ മിനിറ്റിനെ നമുക്ക് TRലേക്ക് കൺവേർട്ട് ചെയ്യാൻ 9408 ഡിവൈഡ് ബൈ 210 ചെയ്തു, ഈക്വൽ ടു 44.8 TR എന്ന് കിട്ടി. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 44.8 TR ആണ്. ഇനി അടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്
ടൈം ടേക്കൺ ടു അച്ചീവ് കൂളിംഗ്, എത്ര സമയം കൊണ്ട് നമുക്ക് -8 എത്തിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഹീറ്റ് റിമൂവ് ഫ്രം ദ ഫിഷ് എബോവ് ഫ്രീസിങ് പോയിൻറ്റ്, എബോവ് ഫ്രീസിങ് പോയിൻ്റുള്ള ഹീറ്റ് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അതിനെ നമ്മൾ Q1 എന്ന് വിളിച്ചു, ഈക്വൽ ടു mCp എബോവ് ഫ്രീസിങ് പോയിൻറ്റ്. നമുക്ക് CP എബോവ് ഫ്രീസിങ് പോയിൻറ്റ്, CP ബിലോ ഫ്രീസിങ് പോയിൻറ്റ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. നമുക്ക് മാസും തന്നിട്ടുണ്ട്, കാരണം 20 ടൺസാണ്. മാസ് അറിയാം, CP എബോവ് ഫ്രീസിങ് പോയിൻ്റ് അറിയാം. ദെൻ TH മൈനസ് TFP. TH എന്ന് പറഞ്ഞാൽ ഫിഷ് വരുന്ന ടെമ്പറേച്ചർ 30°C. TFP എന്ന് പറഞ്ഞാൽ ആ ഫിഷിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ്, അത് -4°C ആണ്. അപ്പോൾ അതിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റിയതാണ് ഈ വാല്യൂസ്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ നമുക്ക് Q1 കിട്ടും. എബോവ് ഫ്രീസിങ് പോയിൻറ്റിൽ നമ്മൾ എത്രമാത്രം ഹീറ്റ് റിമൂവ് ചെയ്യണം, Q1 നമുക്ക് ഔത്തിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് Q2, ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദ ഫിഷ് ബിലോ ഫ്രീസിങ് പോയിൻറ്റ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാസ് ഓഫ് ദ ഫിഷ് ഇൻറ്റു CP ബിലോ ഫ്രീസിങ് പോയിൻറ്റ്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഹീറ്റ് ബിലോ ഫ്രീസിങ് പോയിൻറ്റ്, CP/BF ബിലോ ഫ്രീസിങ് പോയിൻറ്റ്, ഇൻറ്റു TFP മൈനസ് TL. TFP എന്ന് പറഞ്ഞാൽ ഫ്രീസിങ് പോയിൻറ്റിലെ ടെമ്പറേച്ചർ മൈനസ് TL. ഏത് ടെമ്പറേച്ചറാണോ ഫിഷിനെ നമുക്ക് കൂൾ ചെയ്ത് വെക്കേണ്ടത്, ആ ടെമ്പറേച്ചറാണ് TL. അതിൽ നമുക്ക് മാസ് അറിയാം, CP അറിയാം, TFP അറിയാം, TL അറിയാം. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച് Q2 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇതെല്ലാം നമുക്ക് കിലോ ജൂളിലായിരിക്കും കിട്ടുക, കാരണം മാസ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാമിലാണ്, CP എന്ന് പറഞ്ഞാൽ കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനിലാണ്, ടെമ്പറേച്ചർ കെൽവിനിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കിലോ ജൂളിൽ കിട്ടുക. ഇനി നമുക്ക് ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ലേറ്റൻറ്റ് ഹീറ്റ് ഉണ്ട് Q3. ആ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ലേറ്റൻറ്റ് ഹീറ്റ്. ലേറ്റൻറ്റ് ഹീറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 235. അപ്പോൾ അതേ ഇൻറ്റു മാസ് ചെയ്താൽ നമുക്ക് ലേറ്റൻറ്റ് ഹീറ്റ് എത്രയാണ് എന്ന് കിട്ടും. അത് നമ്മൾ Q3 എന്ന് പറഞ്ഞ് പറയുന്നു. ഇനി ടോട്ടൽ, ഇനി നമുക്ക് ആ 30°C നിന്ന് -8 വരെ അച്ചീവ് ചെയ്യാൻ എത്രമാത്രം ഹീറ്റ് ടോട്ടൽ റിമൂവ് ചെയ്യണം, അതെന്ന് പറയുന്നത് Q1 + Q2 + Q3. ആ മൂന്നിൻ്റെ വാല്യൂസ് സം ചെയ്യുന്നു, ടോട്ടൽ റിമൂവ് ചെയ്യേണ്ട ഹീറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒരു കാര്യം കൂടി അറിയാം, ടോട്ടൽ റിമൂവ് ചെയ്യേണ്ട നമുക്ക് ഹീറ്റ് കിട്ടി. അതോടൊപ്പം തന്നെ നമുക്ക് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി, അതായത് ഈ പ്ലാന്റ് എത്രമാത്രം ഹീറ്റാണ് റിമൂവ് ചെയ്യുന്നത്, 9408 kJ/min ഹീറ്റാണ് റിമൂവ് ചെയ്യുന്നത്, പ്ലാന്റ് റിമൂവ് ചെയ്യുന്ന ഹീറ്റ്. ആ പ്ലാന്റ് റിമൂവ് ചെയ്യുന്ന ഹീറ്റും നമുക്ക് എത്രമാത്രം റിമൂവ് ചെയ്യണം ഹീറ്റ്, അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 6793,200. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ, കാരണം പ്ലാന്റിൻ്റെ കപ്പാസിറ്റിയും നമുക്ക് ഫിഷ് വെക്കുമ്പോൾ റിമൂവ് ചെയ്യേണ്ട കപ്പാസിറ്റിയും ഈക്വലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഔത്തിൽ നിന്ന് നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ ഹീറ്റ് റിമൂവ്ഡ് ഡിവൈഡ് ബൈ ഹീറ്റ് റിമൂവ്ഡ് ബൈ ദ പ്ലാന്റ്. ഔത്തിൽ നിന്ന് നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ടോട്ടൽ ഹീറ്റ് റിമൂവ്ഡ് ബൈ ദ പ്ലാന്റ് കിലോ ജൂളാണ് യൂണിറ്റ്. അതോടൊപ്പം ഹീറ്റ് റിമൂവ്ഡ് ബൈ ദ പ്ലാന്റ് കിലോ ജൂൾ പെർ മിനിറ്റ് ആണ്. അപ്പം കിലോ ജൂൾ ഡിവൈഡ് ബൈ കിലോ ജൂൾ പെർ മിനിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മിനിറ്റിൽ വാല്യൂ കിട്ടും. അപ്പോൾ 722 മിനിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അതിനെ നമ്മൾ സെക്കൻഡിലേക്ക്, അതിനെ നമ്മൾ അവറിലേക്ക് മാറ്റുമ്പോൾ 12.03 അവർ എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 12.03 അവർ എടുക്കും നമുക്ക് 30°C വരുന്ന ഫിഷിനെ -8 എത്തിക്കാൻ, ഈ ഒരു കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിവേഴ്സ്ഡ് ബ്രേട്ടൺ സൈക്കിൾ ഓർ ബെൽ കോൾമാൻ സൈക്കിൾ ഓർ ജൂൾ സൈക്കിൾ, ഈ 3 പേരിലും അറിയപ്പെടും. നമുക്കത് പഠിക്കാം. താങ്ക് യു.